സർവകക്ഷി യോഗ തീരുമാനങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോളിന്റെയും പടമല സ്വദേശി അജീഷിന്റെയും കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഉള്ളത് പാക്കത്തെ പോളിന്റെ വീട്ടിലാണ്. അതോടൊപ്പം തന്നെ അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നും. ഈ ഷഹദ്, ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളാണ് പോൾ. അതിനെ തുടർന്നുണ്ടായ അതാണ് ഈ പ്രതിഷേധമൊക്കെ ഇത്രയധികം തിളച്ചുമറിയാൻ കാരണം പോളിന്റെ മരണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ്. ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനത്തിൽ പോളിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്താണ് ഷഹദ്? അവർ ഈ തീരുമാനത്തോട് ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്ന് പോളിന്റെ മകൾ പറഞ്ഞതൊക്കെ ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട്. എങ്ങനെയാണ് അവർ ഇന്നത്തെ തീരുമാനങ്ങളെ കാണുന്നത്? അവർ ഇതിനോട് പ്രതികരിച്ചോ? തീർച്ചയായും ഗോപി, നമുക്ക് ഒരുപക്ഷെ അവരുടെ തത്സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ആരായാമെന്ന് വിചാരിക്കുന്നു. കാരണം അല്പസമയം മുൻപാണ് മന്ത്രിതല സംഘം ഇവിടെ നിന്നും പോയിട്ടുള്ളത്. കാരണം എം പി രാജേഷും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനും കെ രാജനും ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പോളിന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. ഒപ്പം തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു, അവരുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവരോട് മന്ത്രിമാർ പറഞ്ഞതെന്നും അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നും കൂടി കേൾക്കാം. അമ്മ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം. എന്താണ് ഇപ്പം ഇന്ന് മന്ത്രിമാരെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമുക്കിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്? മന്ത്രിമാർ പറഞ്ഞത്, ഞങ്ങൾ ഗവൺമെൻറ് എപ്പോഴും ഞങ്ങളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്, ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. മകളോടും പറയണം, എന്നാൽ മകളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിലെ കാര്യങ്ങളിലും പിന്നെ ചെറിയൊരു ജോലി എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു ജീവിക്കാനായിട്ട്. എന്നുവെച്ചാൽ എൻ്റെ കുടുംബമാണ് പോയത്. എന്ന് വെച്ചാൽ ഈ അന്നന്ന് ജോലിക്ക് പോയാണ് കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാഴ്ച കാലം ജോലിയില്ലാതെ അന്ന് പോയതാണ്. ഇപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാഗ്ദാനങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് മടുത്തവരാണ് ഈ വയനാട്ടിലെ ആളുകൾ. കാരണം ഇപ്പം കുറച്ച് ദിവസം മുൻപ് മറ്റൊരു മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗതി ഇനി ഒരു ആർക്കും വരാൻ പാടില്ല. അത് പറഞ്ഞ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ, ഒരു ദിവസമേ ആവുന്നുള്ളൂ, തൊട്ടുപിറകെ പോളിന്റെ മരണവാർത്തയാണ് വരുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന വാക്കുകളിലും ഈ പറയുന്ന സർവകക്ഷി യോഗത്തിലൊക്കെ പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷയുണ്ട്? ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും ഒരിക്കലും കഴിയരുത്, ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കരുത്. നമുക്ക് പണവും സ്വത്തോ ഒന്നും അല്ല നമ്മളായിരിക്കും, നമ്മുടെ ജീവനാണ് ആയിരിക്കുന്നത്. ഈ എത്രയും ഇങ്ങനെ വന്യമൃഗ ശല്യമായ എങ്ങനെ ഇവിടെ ജീവിക്കും വയനാട്ടിൽ? ഞങ്ങളെപ്പോലെ ആർക്കും പറ്റരുത്. ഒരമ്മയും കുഞ്ഞും കരയരുത്. അത് തന്നെ അജീഷിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒരേപോലെയായി. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. മകളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ചെയ്യൂന്നാണ് പറഞ്ഞത്. ശരി ഷഹദ്, ഏതായാലും സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.